നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങുകൾ എങ്ങനെ റിയലിസ്റ്റിക് ആക്കി മാറ്റാം പാർട്ട് 3. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡ്രോയിങ് റിയലിസ്റ്റിക് ആക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫേസ് വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ആൻഡ് ഷാഡോ ആയിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചിലപ്പോൾ ടെക്സ്ചറും കൂടി ചെയ്യും. മുഖത്തെ ചെറിയ ചെറിയ കുഴികളും ചെറിയ ചെറിയ കുരുക്കളും ചെറിയ ചെറിയ ചുളിവുകളും ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. അതിനെ ടെക്സ്ചർ എന്ന് പറയും. ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൈൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കുക, ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചരിച്ചിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ലൈൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചരിച്ചിട്ടു, ഇവിടെ ക്രോസ് ഇട്ടു. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ചിത്രം നോക്കി നിങ്ങൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഏത് ഡയറക്ഷനിലോട്ട് ഷെയ്ഡ് ചെയ്യണമെന്നൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്ചറിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ നെറ്റിയുടെ ഭാഗത്ത് വെളിച്ചം വീഴുന്നൊരു ഭാഗമാണല്ലേ. ഇവിടെ ഞാൻ ആ കൊടുത്ത ലൈൻസിൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ? ഇങ്ങനെ വൈറ്റ് ലൈൻസ് വെച്ചിട്ടാണ് ടെക്സ്ചർ ഇട്ടിരിക്കുന്നത്. വൈറ്റ് ലൈൻസ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് മോണോസോറി ഇറേസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് കളർ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒഴിച്ചിടാം, വൈറ്റ് പേപ്പർ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒഴിച്ചിടാം. രണ്ടാമത്തെ എക്സാമ്പിൾ മുടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുടിയുടെ ഭാഗത്ത് ഡാർക്ക് ലൈൻസ് വെച്ചിട്ട് ഇങ്ങനെ മുടിയുടെ എഴുകൾ പോലെ ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഡ്രോയിങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടൂൾസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ അധികം ടൂൾസ് യൂസ് ചെയ്തിട്ടില്ല. രണ്ടാമതിൽ പക്ഷേ കുറച്ചധികം ടൂൾസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ ചെയ്തിട്ടുണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ പഞ്ഞിയിൽ മുക്കിയിട്ട് പേപ്പറിൽ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല ഡാർക്കാക്കി നമുക്ക് കിട്ടും. പിന്നെ നോക്കിയേ, ഇവിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് സ്കിൻ ടോൺ വന്നിട്ടുണ്ട്. അത് ഞാൻ ആക്ച്വലി പെൻസിൽ ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഗ്രാഫൈറ്റ് പൗഡറും ഡ്രൈ ബ്രഷും യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്മഡ്ജ് ചെയ്യാനായിട്ട് ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് പെൻസിൽ, ഒരു പെൻസിൽ തന്നെ യൂസ് ചെയ്യാതെ ഡിഫറെൻറ്റ് ഗ്രേഡിലുള്ള HB, 2B, 6B, 10B പോലത്തുള്ള പെൻസിലുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ജെൽ പെൻ, ഇവിടെ കണ്ടോ, ഈ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ തിളക്കമൊക്കെ നമ്മൾ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരും. പക്ഷേ ലേൺ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. അത്രയധികം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒരു കുറേ കാര്യങ്ങൾ തെറ്റ് തിരുത്തിയിട്ടാണ് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലേൺ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കറക്റ്റായിട്ടുള്ള മെത്തേഡുകൾ പഠിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് എത്തിക്കാനും സാധിക്കും. അപ്പോൾ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.